ഞങ്ങൾ ബാക്കുവിൽ ചെന്ന ആദ്യത്തെ 2 ദിവസം മിഡ് ടൗൺ എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നല്ലോ. അവിടെ നിന്ന് ഗോപുസ്ഥാൻ കഴിഞ്ഞിട്ട് 3-4 നൈറ്റുകൾ ഞങ്ങൾ റമദ ഹോട്ടലിലാണ് താമസിച്ചത്. അത് കാസ്പിയൻ സീയുടെ സൈഡിലായിട്ടാണ് പണിതിരിക്കുന്നത്. കുറച്ച് പഴയ ഹോട്ടലാണ്, പക്ഷെ വെളിയിൽ നിന്നൊക്കെ കാണാൻ ഭംഗിയാണ്. സീ സൈഡ് നല്ലതാണ്, പക്ഷെ മുറികളൊക്കെ കുറച്ച് മെയിൻ്റനൻസ് കുറവായിരുന്നു, ഇച്ചിരി ഓൾഡായിരുന്നു. ഫുഡാണെങ്കിലും മിഡ് ടൗണിലായിരുന്നു കുറച്ചുകൂടെ നല്ലതായിരുന്നത്. റമദയിൽ നിന്നാണ് ഞങ്ങൾ രാവിലെ ഗബാലയ്ക്ക് പോകുന്നത്. തിരിച്ച് വീണ്ടും ഞങ്ങൾ റമദയിൽ വന്ന് കിടന്നിട്ട് അടുത്ത ദിവസം നാട്ടിലോട്ട് തിരിച്ചു പോരും. ബസ്സിൽ ഉള്ളവർ തന്നെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുക, പാട്ട് പാടുക, കുറേ സ്പീച്ചസ് ഒക്കെ നടത്തുക, എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പ്രോഗ്രാം വെച്ചു. അതുകൊണ്ട് തന്നെ യാത്രയുടെ വിരസത മാറ്റുവാൻ അത് ഒരു പരിധി വരെ ഉപകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരായി മാറി മാറി പാട്ടുകൾ പാടുകയും അവരവരുടേതായ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു തമിഴ് സോങ് ആണ്, സിനിമാ ഗാനമല്ല. അപ്പൊ തുടങ്ങും. എന്നില്ലടങ്ങാതെ സോത്തിരം സാമി എന്തെന്ന് ഞാൻ പാടുവേ ഇന്നാൾ വരെ എൻ വായിലെ നീ ചെയ്ത നന്മയ്ക്ക് വാനാദിവാനങ്ങൾ യാവും അതിന്മീതുള്ള ആകായവും ഭൂമിയിൽ വാഴുയാവും കത്താറുമേ പോറ്റുമേ നാം മിനിങ്ങേ മിനിങ്ങേ എങ്ങോട്ടാണ് എടുക്കും നീ തനിച്ചല്ലേ പേടിയാവില്ലേ പിന്നെ ഞാനും വന്നോട്ടെ. तेरी मंजिल ലൈറ്റിംഗ് ഉണ്ടോ? ആ ലൈറ്റിംഗ് ഉണ്ടോ? ആ സ്കൈന്ന് നേരെ ഇങ്ങനെ അടിച്ചിട്ട് ഗബാലയിലേക്കുള്ള ദൂരം ഏതാണ്ടൊരു 4-5 മണിക്കൂർ ടൈം എടുത്തായിരുന്നു അവിടം വരെ ചെല്ലാൻ. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ബസ്സിലുണ്ടായിരുന്ന പലരും പാട്ട് പാടുകയും പിന്നെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു, ആൻസർ പറഞ്ഞു. അങ്ങനെ കുറച്ച് ഗെയിമൊക്കെ ആയിട്ട് കുറച്ച് അത് രസകരമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്തു. അതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. നിമിഷ നേരം കൊണ്ട് കെട്ടാൻ പറ്റുന്ന കോട്ട മേഘ വർണ്ണന്റെ മാറിൽ മാലകൾ ചാത്തിടുന്നയാം എന്നുള്ള ഒരു പാട്ടുണ്ട്. അതിന്റെ ഓപ്ഷൻ തരാം: കാറ്, ഓട്ടോറിക്ഷ, JCB. രഹസ്യങ്ങൾ മന്ത്രിക്കും മധുരിതുരാത്രി, മന്ത്രിക്കും മധുരിതുരാത്രി. ആർക്കാണ് മധുരിതുരാത്രി? बुलाते रहना कभी भी कहना
कभी अलविदा कहना, चलते चलते मेरे ये गीत याद रखना, कभी अलविदा कहना, कभी अलविदा कहना। चलते हंसते हम यूं ही गुनगुनाते रहना, कभी अलविदा कहना, कभी अलविदा कहना। നമ്മളെല്ലാവരും കഴിക്കുന്ന ഒരാന. കറക്റ്റ്. ഹിന്ദിക്കാർ പോക്കറ്റ് വയ്ക്കും, നമ്മള് അടുപ്പത്ത് വയ്ക്കും. കറക്റ്റ്. മടത്തിലെ കുയിലെ മാറി കളപം അടുത്ത് വരുന്നുണ്ട്. കുറെ ഭാഗത്ത് ചെമ്മരിയാടുകളെ ഇങ്ങനെ കൂട്ടുന്നതോടെ വേറെ സ്ഥലത്ത് കുറെ പശുക്കള് ലാൻഡിങ് നടക്കുക. അതെ, തമിഴ്നാട്ടിലെ പോലെ തന്നെ പുല്ലുണ്ട്, ഏതാണ്ടൊക്കെ എല്ലാം ഉണങ്ങി നിൽക്കുക. JCB മണ്ണുകൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നത് അല്ലേ? ചിലയിടത്തൊക്കെ കുറച്ച് പച്ചപ്പുണ്ട്, നട്ടേക്ക് ഇച്ചിരി പച്ചപ്പ് വേണം. ചില മരങ്ങൾക്കും പച്ച നിറമുണ്ട്. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കുറച്ചുകൂടെ പച്ചപ്പ് കാണാൻ തുടങ്ങി. ദൂരെ നിന്ന് കാണുമ്പോൾ പച്ച കളറൊന്നും കാണുന്നില്ലായിരുന്നു. Yes. Burada da o 4 nəfər mənə görsə də laf.
ഇല്ല, ഞാൻ ടോയ്ലറ്റിൽ പോയി. ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഇല്ല, എനിക്ക് കിട്ടിയില്ല. ഇല്ല, ഈ എന്താണെന്ന് മനസ്സിലാവും. ആരോ ഒന്ന് രണ്ടുപേരും എടുത്തിട്ടുണ്ട്. If they allow, I will take them this elevator, but others will go with lift with stairs to the top. And on the top I will buy the tickets, and in one cabin can sit 6 people. Okay? And we will have 2 stops. In the first stop we get off and go to go inside of second line to go to the top of the mountain. We will go to the highest point. It's about 1,925 meters height. Almost 2,000 meters.